ഞാൻ ഡോക്ടർ ബിനോയ് വർഗീസ്, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് നെഫ്രോളജിസ്റ്റ്, ഫറൂഖ് ഹോസ്പിറ്റൽ, അമ്പലത്തറ. ഞാൻ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അതിന് ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബ്ലഡ് ടെസ്റ്റിൽ ഷുഗർ ലെവൽ വളരെ കൂടുതലായി കണ്ടു. ഡോക്ടർ ഇൻസുലിൻ എടുക്കണം എന്ന് പറഞ്ഞു. ഇൻസുലിൻ എടുത്തു തുടങ്ങിയാൽ അത് നിർത്താൻ സാധിക്കുമോ? ഇത് എടുക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പല രോഗികളുടെയും ഒരു ബുദ്ധിമുട്ട് പറയുന്നത് അവർക്ക് ഇൻസുലിൻ തുടങ്ങുന്നത് ഏതോ അവസാനത്തെ സ്റ്റേജിലാണ് ഇൻസുലിൻ തുടങ്ങുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. തീർച്ചയായും അത് തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ്. കാരണം നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇൻസുലിൻ തന്നെയാണ്. ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്നുള്ള ഒരു ഭാഗം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭാരം കുറയ്ക്കുകയും കൃത്യമായ എക്സസൈസ്, ഡയറ്റ് മോഡിഫിക്കേഷൻ തുടങ്ങിയ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോളായിട്ട് വന്നു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇൻസുലിൻ വേണമെങ്കിൽ ഡോസ് കുറയ്ക്കുകയോ ചില ആൾക്കാർക്ക് നമുക്ക് ഇൻസുലിൻ നിർത്താനോ സാധിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഇൻസുലിൻ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. കുത്തേൽക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. അതല്ലാതെ നമുക്ക് കിഡ്നിക്കായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഹാർട്ടിനോ ബ്രെയിനിനോ ഉള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നില്ല. ഡയബറ്റീസിനുള്ള ഏറ്റവും നല്ല ചികിത്സകളിലൊന്നാണ് ഇൻസുലിൻ. അതുകൊണ്ട് ഇൻസുലിന് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ചില രോഗികളിൽ ഇൻസുലിൻ എടുക്കുമ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ഭാഗത്ത് ആ തൊലിയിൽ മാത്രം ചില തടിപ്പുകൾ കാണാറുണ്ട്. അത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറൊരു ശാരീരിക ബുദ്ധിമുട്ടുകളും സാധാരണ രീതിയിൽ ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് ഉണ്ടാകാറില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കണം. അത് താമസിച്ച് പോയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതകളുമുണ്ട്.